ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അമ്മ, നമ്മളിപ്പോ കൊറേ കാര്യങ്ങൾ ഇപ്പൊ കവർ ചെയ്ത് കഴിഞ്ഞു അമ്മമ്മയുടെ ലൈഫിനെ പറ്റി. എന്റെ കഥകള്. അതെ, അമ്മമ്മയുടെ കഥകൾ. അപ്പൊ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോയാൽ, ആ സ്റ്റേജാണ് അമ്മമ്മയുടെ മക്കളുടെ കല്യാണാലോചന, അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ. അത് വെച്ച് നമുക്ക് തുടങ്ങാം. അമ്മമ്മ ഇപ്പൊ പേരമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മമ്മ എങ്ങനാ ഡിസൈഡ് ചെയ്ത് എപ്പോഴാ കല്യാണം നോക്കാൻ തുടങ്ങാൻ പോകുന്നത്? എപ്പോഴാ അത് തുടങ്ങിയത്? ഞാൻ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിക്കൂ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓം ഗുരവേ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേഹം ഗുരുപരമ്പരാം. അപ്പം എന്റെ കഥ തുടരുകയാണല്ലോ മോളെ. തുടരുമ്പോ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളാണല്ലോ എന്റെ മക്കൾക്ക് അറിയേണ്ടത്, അല്ലേ? അതില് ഇനിയിപ്പം കുട്ടികളൊക്കെ വലുതായി, അവരുടെ പഠിത്തങ്ങളൊക്കെ ആയി, വിദ്യാഭ്യാസം. ഗീത മൂത്ത ആളിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവള് ഇവിടെ തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് പഠിക്കാൻ പോയ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ കാര്യവട്ടത്തെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ അവള് ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിരുന്നു. അപ്പൊ ബാങ്ക് ടെസ്റ്റ് എഴുതി അവൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറില് ഒരു ജോലിക്കായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നു. അത് വന്നു കഴിഞ്ഞപ്പോ ജോലിക്ക് പോകുന്നതിന് വിഷമമൊന്നും ഇല്ല, പക്ഷെ ദൂരെയാണെങ്കിലും ഒക്കെ പോകാം, പിന്നെയും പഠിക്കണം എന്നുള്ളതല്ലാതെ ഒരു ജീവിതത്തിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം പറയുന്നില്ല. അപ്പൊ പിന്നെ ഇനി എവിടെയാണെങ്കിൽ ഇത് തന്നെ ദൂരെ അയച്ച് പഠിപ്പിക്കാനൊന്നും അപ്പൂപ്പന് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പൂപ്പന്റെ കീഴിൽ തന്നെ ഇരിക്കണമായിരുന്നു അപ്പൂപ്പന്റെ മക്കള്. ദൂരെ അയക്കാനൊന്നും അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ എന്തോ അവളുടെ ഓരോ ദൈവവിധി അനുസരിച്ചും താല്പര്യം അനുസരിച്ചും അവളെ തിരുവനന്തപുരം വരെ അയച്ചു. തിരുവനന്തപുരം വരെ അങ്ങനെ അയച്ചു, പഠിപ്പിച്ചു. അവിടെ വെച്ച് തന്നെ പിന്നെ ബാങ്ക് ടെസ്റ്റിന്റെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവില് അവൾക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ അപ്പോയിന്റ്മെന്റിന് ഓർഡറും കിട്ടി. അവള് കടയ്ക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജോയിൻ ചെയ്തു. കടയ്ക്കൽ എന്ന് പറയുന്ന കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ളൊരു സ്ഥലത്തുള്ള ഒരു ബ്രാഞ്ചില്. അതൊക്കെ ആയി കഴിഞ്ഞപ്പോ പിന്നെ അപ്പൂപ്പന് താല്പര്യം എന്തായിരിക്കും? ഇനി അവളെ കല്യാണം കഴിച്ച് അയക്കണം എന്നുള്ളതായി. അത് അപ്പൂപ്പന്റെ ഓരോ ഡ്യൂട്ടി അപ്പൂപ്പനെ തീർത്തു വയ്ക്കണം. അപ്പൊ അതിനെ കുറിച്ച് സൗണ്ട് ചെയ്തപ്പോഴേ അവള് ഒബ്ജക്റ്റ് ചെയ്തു. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട, അങ്ങനെ കല്യാണം കഴിക്കണം എന്ന് ഉള്ള ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അനി വലുതായി വരട്ടെ. അവൾക്ക് 5 വയസ്സിന് വ്യത്യാസമുണ്ട്. അവള് വലുതാകട്ടെ, അപ്പൊ അവളുടെ കല്യാണം നമുക്ക് ഞാനും കൂടി ചേർന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ട്. എനിക്ക് കല്യാണം ഇപ്പൊ വേണ്ട. എത്ര വയസ്സുണ്ടായിരുന്നു പേരമ്മയ്ക്ക്? അപ്പോഴ് പേരമ്മയ്ക്ക് 24 വയസ്സ് തികഞ്ഞിട്ടില്ല, 23 വയസ്സ്. കല്യാണത്തിന്റെ സമയത്ത്. കല്യാണം 24-ാമത്തെ വയസ്സിലായിരുന്നു. 86-ലായിരുന്നു കല്യാണം. 62-ലാണ് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന 62-ലാണ്. അപ്പൊ 24 വയസ്സ് ആയപ്പോഴാണ് കല്യാണം. ഇത് ആലോചനയൊക്കെ വരുമ്പോ 23 വയസ്സ്. അപ്പൊ അത് വേണ്ട എന്നൊക്കെ ഒന്ന് എതിർത്തൊക്കെ നോക്കി. അപ്പൊ അപ്പൂപ്പൻ എന്ത് ചെയ്തു? പേപ്പറിലൊക്കെ അഡ്വർടൈസ് ചെയ്തു. അന്ന് പേപ്പർ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു കൂടുതൽ. പേപ്പറിലൊക്കെ കൊടുത്ത് ഇങ്ങനെ തിരുവനന്തപുരം കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള പയ്യന്മാരില് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അപ്പൊ ആ പേപ്പർ അഡ്വർടൈസ്മെന്റ് അനുസരിച്ച് കുറെ ഇതൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം 3-4 പേരുടെയൊക്കെ അപ്പൂപ്പന് ഇഷ്ടപ്പെട്ടതൊക്കെ അപ്പൂപ്പൻ അതിനെ ഇത് ചെയ്തു, റെസ്പോണ്ട് ചെയ്ത് ഇവളെ അനുവാദമൊന്നും ചോദിക്കാതെ തന്നെ അതൊക്കെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. നമ്മുടെ ആലോചനയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് അവളോട് പ്രസന്റ് ചെയ്യ എന്നെല്ലാം പറഞ്ഞ് അപ്പൂപ്പൻ തന്നെ എവിടേക്കോ പോയി. ചെങ്ങന്നൂര്, പത്തനംതിട്ട, കിഴക്കൻ നാടുകളിലൊക്കെ പോയി ചെറുക്കനെ വീടുമൊക്കെ നോക്കാനായിട്ട്.
തന്നെയല്ല പോകുന്ന ആരെങ്കിലും അതിലൊരു നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നല്ലോ, ഇപ്പൊ മണ്ണി താമസിക്കുന്ന വീട്, അവിടെ ഒരു വാഴൂര് എന്നുള്ളൊരു സ്ഥലത്തെ ഒരു എഞ്ചിനീയർ താമസിക്കുന്നു, സ്കൂട്ടർ ഫാക്ടറിയിൽ, ഉണ്ണികൃഷ്ണൻ എന്ന് പറയും. അപ്പൊ ആ ഭാഗമൊക്കെ ഉണ്ണിക്കറിയാം. അപ്പൊ ഉണ്ണിയെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ പോയിട്ട് അന്വേഷിച്ച് എന്താ വാഴൂർ NSS കോളേജിലെ ഒരു അന്നൊക്കെ ലെക്ചറർ എന്നാ പറയുന്നത്, പ്രൊഫസർ, ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ആലോചന വന്നപ്പോ ആ ആളുടെ വീടും പരിസരവും ഒക്കെ പോയി നോക്കി, അവരുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു, ഈ ഉണ്ണിയുമായിട്ട് പോയിട്ട്. അപ്പൊ അവർക്ക് ആ ഒരു മോനേ ഉള്ളൂ. അവരുടെ വീട്ടിൽ വരുന്ന പെൺകുട്ടിയെ പിന്നെ തിരിച്ച് കുട്ടിയുടെ വീട്ടിൽ സ്ഥിരതാമസമൊന്നും വിടത്തില്ല, പോലും ആ വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഡിമാൻഡുകളൊക്കെ ഇങ്ങോട്ട് വെച്ചു. അപ്പൊ അത് നടക്കത്തില്ല, അതുകൊണ്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ നമ്മുടെ വേറെ ആരോടെയോ കെയർ ഓഫില് വേറൊരു സ്ഥലത്ത്, ഇങ്ങനെ കുറെ സ്ഥലത്ത് അപ്പൂപ്പൻ മാത്രമായിട്ട് പോയി. അപ്പൊ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോ അപ്പൂപ്പന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ഫാക്ട് അവിടെ കാണും, തിരിച്ചിങ്ങ് പോരും. എല്ലാവരും പെണ്ണിന്റെ വീടും പരിസരവും കാണാൻ പോകുമ്പോ അപ്പൂപ്പൻ എന്ത് ചെയ്തു, പയ്യന്റെ വീടും പരിസരവും ആദ്യം കണ്ട് മനസ്സിലാക്കട്ടെ, നമുക്ക് സ്വത്തൊന്നും വേണ്ട, നല്ല സ്വഭാവമുള്ള പയ്യൻ നമ്മുടെ കൂടെ ചേർന്ന് പോകണം, അതാണ് നമ്മുടെ ആവശ്യം. പിന്നെ എന്തെങ്കിലും ഡിമാൻഡ് ഇങ്ങോട്ട് പറഞ്ഞാല് അപ്പോഴേ അവിടെ വെച്ച് ആ ആലോചന, പ്രപ്പോസലേ അവിടെ വെച്ച് നിർത്തിയിട്ടിങ്ങ് പോരുവാണ്. അങ്ങനെ സ്ത്രീധനം ഡൗറി കൊടുത്തൊന്നും എന്റെ പെണ്ണിനെ ആരും കൊണ്ടുപോകണ്ട. അതപ്പോ അവര് ഡൗറിക്ക് വേണ്ടി മാത്രം വരുന്നവര്, പെൺകുട്ടിയെ അന്വേഷിച്ച് വരുന്നതല്ല. ഇതൊക്കെ അപ്പൂപ്പന്റെ ഓരോ പോളിസികളായിരുന്നു ജീവിതത്തില്. ആർക്കും ഞാൻ സ്ത്രീധനം കൊടുത്തൊന്നും എന്റെ മക്കളെ കെട്ടിക്കത്തില്ല, എന്തെങ്കിലും അങ്ങനെ ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കത്തില്ല. അങ്ങനെ പേരമ്മയുടെ കല്യാണാലോചന ഇങ്ങനെ നടക്കുക. അങ്ങനെ നടന്നു വന്നപ്പോൾ ഈ പേപ്പർ അഡ്വർടൈസ്മെന്റ്സ് അയച്ച് തിരുവനന്തപുരത്ത് നിന്നൊരു എന്താ നമ്മൾ പറയുന്ന ദല്ലാളെന്നുള്ള എന്ത് പറയും, ബ്രോക്കർ, ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ബ്രോക്കർ അല്ലേ അത്. അപ്പൊ ഒരു ഇങ്ങനെ ഈ ജോലി ചെയ്യുന്ന ഒരു സ്കൂൾ മാസ്റ്റർ, ഇയാള് ഞാൻ പറഞ്ഞ ആള് റെസ്പോണ്ട് ചെയ്ത ആള്, അയാൾക്ക് ഈ ഇതുവരെ പേപ്പർ അഡ്വർടൈസ്മെന്റ് വെച്ചോണ്ട് എവിടൊക്കെ അതനുസരിച്ച് പെണ്ണുണ്ട് ചെറുക്കനുണ്ടെന്നൊക്കെ അന്വേഷിച്ച് ഇരിക്കുന്ന. അപ്പൊ ഇയാൾക്ക് ഈ പ്രേമിന്റെ അവരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അതും ഇതും കൂടിയൊക്കെ വെച്ച് നോക്കിയിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ഈ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രേമിന്റെ വീട്ടിൽ ചെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ അതിന് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, പേരമ്മയുടെ ജാതകം ഉണ്ടല്ലോ, ജാതകം പിന്നെ എല്ലാ ജാതകമായിട്ട് ചേരത്തില്ല, പൊരുത്തമില്ല. പേരമ്മയുടെ അതിനെന്തോ ഞാൻ അതെല്ലാം അങ്ങ് മറന്നു പോകുന്നു വാക്കുകൾ കേട്ടോ. ജാതകത്തിൽ തകരാറുണ്ട്, എന്താ ശുദ്ധ ജാതകം, ദോഷമുള്ള ജാതകമല്ല, പാപജാതകമല്ല, ശുദ്ധജാതകമാണ് പേരമ്മയുടെ. അപ്പൊ ശുദ്ധജാതകം പിന്നെ ഒരാൾക്കുണ്ടെങ്കിൽ ഈ വരുന്ന ആളിന് ആ ശുദ്ധജാതകം തന്നെ വേണം. അതൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ മറുഭാഗത്ത് അങ്ങനെ തമ്മിൽ ചേരാത്തത് എടുക്കുന്നെങ്കിൽ അവിടെ അനിഷ്ട സംഭവം ഉണ്ടാകുമെന്ന്. ശുദ്ധജാതകം ഉള്ള ഒരു പെണ്ണിന് അല്ലാത്തൊരു പയ്യനെ കിട്ടുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് വൈധവ്യം ഉണ്ടാവാം. ഞാൻ അതിന്റെ ന്യായങ്ങൾ പറയുക. അപ്പൊ അത് നോക്കി തന്നെ വേണം കല്യാണം നടത്താൻ. അപ്പൊ അതിനിടയില് നമ്മുടെ പനവേലിലെ ശ്യാമാക്കയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരുടെ ഒരു ചേച്ചിയുടെ മോന് ഒരു എഞ്ചിനീയർ, ഇലക്ട്രിസിറ്റി ബോർഡില് എഞ്ചിനീയർ അവന്. അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് ആകുമ്പോ എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ആയിട്ടൊക്കെ വരികയൊക്കെ ചെയ്യാം. കാണാനും ഒക്കെ നല്ല സ്ലിം, വെളുത്ത നല്ല കുട്ടിയാണ്. പനവേലിൽ അത് നമുക്കത് അറിയാം. ആ പനവേലിൽ താമസിക്കുന്ന ആന്റി ഇവിടെ വന്ന് നമ്മളോട് പറഞ്ഞു, എന്റെ ചേച്ചിയുടെ മോന് വേണ്ടിയാ ഗീതയുടെ ജാതകം ഒന്ന് തരുവോ? എന്തിനാ ജാതകം ചോദിക്കുന്നത് വെച്ചാല് എന്റെ അവിടുന്ന് വരുന്ന ആ കുട്ടിക്ക് എന്റെ ചേച്ചിയുടെ മോന് ശുദ്ധജാതകമാണ്. അപ്പം അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഗീതയുടെ ശുദ്ധജാതകമാണ്. അപ്പൊ അത് തമ്മിൽ നമുക്കൊന്ന് അസ്ട്രോളജറേയും കാണിക്കാന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ മതി എന്നുള്ള അർത്ഥത്തിലൂടെ ഒന്ന് പറഞ്ഞപ്പം അപ്പൊ ശുദ്ധജാതകം ആണെങ്കിൽ തരാന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ അതെടുത്ത് കൊടുത്തു.
അങ്ങനെയാണ് അതിന്റെ ശരിയായിട്ടുള്ള മുന്നോട്ട് പോകാൻ ഒരു കാര്യം ഞാൻ പറയാം. അപ്പൊ അവര് നോക്കിയിട്ട് പറഞ്ഞു നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ പയ്യനെ കാണാൻ നല്ല വെളുത്തതാണ്, സ്ലിം ആണ് കാണാൻ. ഇവളും തീരെ വണ്ണമില്ലായിരുന്നു കൊച്ചിലെ. അവര് തമ്മില് എന്തുകൊണ്ടും ചേരും, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരുടെ ഇങ്ങോട്ടും കൊണ്ട് തന്നല്ലോ. നമ്മൾ കൊണ്ടുപോയി ആസ്ട്രോളജറെ കാണിച്ചപ്പോ